ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? വീട്ടില് പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നു വിചാരിക്കുന്നു. നമ്മുടെ ഏരിയ പരപ്പളവ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തി. അവിടെയുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പ്രോബ്ലംസ് ചെയ്തു. 3ാമത്തെ പ്രോബ്ലം തുടങ്ങാം. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല, വേഗം വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ട, വേഗം ചാപ്റ്റർ തീർക്കാന്നുള്ളതാണ്. അപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ബിലോ the top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1 is joined to the other 2 vertices. Prove that the areas of all 3 triangles in the picture on the right are equal to a third of the area of the whole triangle. ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര വലുപ്പമാണല്ലേ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ചിത്രത്തിലൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ത്രികോണം തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ത്രികോണത്തിൻ്റെ മേലെയുള്ള ടോപ്പ് വെർട്ടെക്സ് മുകളിലുള്ള മൂലയിൽ നിന്നും താഴത്തെ ബേസിൻ്റെ പാദത്തിൻ്റെ സെൻറ്ററിലേക്ക് മധ്യത്തിലേക്ക് വരച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് അപ്പം അത് നമ്മൾ വരയ്ക്കുക. ആദ്യം ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? Then the point dividing this line in the ratio, ഈ ലൈനിനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല. മിഡ് പോയിന്റ് അല്ല, ഒരു സൈഡ് 2ഉം താഴത്തെ സൈഡ് 1ഉം ആ ഒരു റേഷ്യോയിലല്ലേ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1, അങ്ങനെയാകുമ്പോൾ മൊത്തം 3. ആ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് മറ്റുള്ള വെർട്ടിസസിനും ഒരു ലൈന് വരച്ചിട്ട് എന്ത് ചെയ്തിരിക്കുക? വേറൊരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 3 ത്രികോണങ്ങളും കൂടെ ഓരോ ത്രികോണത്തിൻ്റെയും ഏരിയ 1/3 ഓഫ് ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുക. ഈ മൊത്തം ത്രികോണത്തിൻ്റെ 1/3 ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏരിയ എന്തായിരുന്നു? ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെയായിരുന്നു? ഒക്കെ നമ്മുടെ ടോപ്പ് വെർട്ടെക്സ് ഇതിനേക്ക് വരയ്ക്കുമ്പം ഏത് റേഷ്യോയിലാണ്, ഏത് അനുപാതത്തിലാണ് വിഭജിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നന്നായിട്ട് മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ABC, ഇത് ടോപ്പ് വെർട്ടെക്സ് പോയിന്റ്. അപ്പം ആദ്യം ഈ ചിത്രത്തിൽ ഞാൻ പറയാണ്, ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഫുൾ ത്രികോണം. ആ ഫുൾ ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ് നമ്മൾ മേലത്തെ മൂലയിൽ നിന്ന് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെയും ഏരിയ എങ്ങനെയായിരിക്കും? ഇത് 1:, മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 1:1 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ ഇത് രണ്ടും തുല്യമായിരിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? A/2 അല്ലേ? ഇത് ടോട്ടൽ 10 ആണെങ്കിൽ 10ന് ഇത് 2 5, ഇത് 5, അങ്ങനെയല്ലേ ടോട്ടൽ ഏരിയ 10 വരിക. അപ്പം ട്രയാങ്കിൾ ABDയുടെ ഏരിയ എന്ന് പറയുന്നത് A/2 ആയിരിക്കും. അതേപോലെ ട്രയാങ്കിൾ ADCയുടെ ഏരിയ എന്ന് പറയുന്നതും A/2 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹാഫായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ത്രികോണം മാത്രം, ഒരു ത്രികോണം മാത്രം കൺസിഡർ ചെയ്യണം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ 3 ത്രികോണങ്ങളും 1/3 ഓഫ് A ആണ്. ഇതും 1/3 ഓഫ് A ആണ്. ഇതും 1/3 ഓഫ് A ആണ്. മൊത്തം ഏരിയയുടെ 3/1 ഭാഗമാണ് ഓരോന്നും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ത്രികോണം എടുക്കുന്നു. ഈ ത്രികോണം ഏതാണ്? ADC എന്ന് പറയുന്ന ത്രികോണം. അപ്പൊ ഇതില് ഏത് റേഷ്യോയിലാണ് ഇതാണ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ഇതിന്റെ ടോപ്പ് വെർട്ടെക്സ്. അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് ഏത് റേഷ്യോയിലാണ്? മേലെ 2ഉം താഴെ 1ഉം, ടോട്ടൽ 3 ആണ് ഇതിന്റെ ലെങ്ത് എങ്കിൽ മേലെ 2 സെന്റിമീറ്ററും, ഇതിപ്പോൾ വരച്ചിരിക്കുമ്പോൾ മിഡ് പോയിന്റ് പോലെയുണ്ട്, താഴെ 1 സെന്റിമീറ്റർ ആണ് ലെങ്ത് ആയിട്ട് വരിക. അപ്പം ഇതിന്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? A/2 ആണ്. ഇനി A/2 ഇത് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? നമ്മൾ എങ്ങനെയാ നോക്കുക?
ഇതിന്റെ റേഷ്യോ നോക്കിയിട്ടല്ലേ. റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 റേഷ്യോ ആകുമ്പോൾ നമ്മുടെ ഇത് എത്ര ഉണ്ടാവും, ഇതിന്റെ ഏരിയ എത്ര ഉണ്ടാവും? ആകെ എൻ്റെ കയ്യിൽ ഇപ്പം 10 മാങ്ങയുണ്ട്. അതിനെ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരാൾക്ക് 2 എന്നുള്ള റേഷ്യോയിലും ഒരാൾക്ക് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇതിനെ ഭാഗിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും 2:3 എന്നുള്ള റേഷ്യോയിലാണ് ഭാഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, 10 × 2/5. അപ്പം എത്ര വരും? ഇവിടെ 2 വരും, 4. മറ്റേ ആൾക്കോ 10 × 3/5. അപ്പോഴെത്ര വരും? 2. 3 × 2 6. അപ്പോൾ ഒരാൾക്ക് 6ഉം ഒരാൾക്ക് 4ഉം ആണ് കിട്ടുന്നത് അല്ലെ. 2 റേഷ്യോ ഉള്ള ആൾക്ക് 4 മാങ്ങയും, ടോട്ടൽ 10 മാങ്ങ ഉള്ളതിൽ 2 എന്ന് പറയുന്ന റേഷ്യോ ഉള്ള ആൾക്ക് 4 മാങ്ങയും 3 എന്ന് പറയുന്ന റേഷ്യോ ഉള്ള ആൾക്ക് 6 മാങ്ങയും കിട്ടിയിട്ടുണ്ടാവും. അതേ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ നമ്മളുടെ 10 മാങ്ങ എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ ഏരിയ ഹാഫ് ആണ്. അതിൻ്റെ കൂടെ ഇയാൾക്ക് ആ ഒരു ഏരിയയുടെ, അതായത് ഈ പരപ്പളവിന്റെ എത്ര ഭാഗമായിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക ഇൻറ്റു 2/3 അല്ലേ. ടോട്ടൽ ഈ താഴെ എഴുതിയിരിക്കുന്ന 5 എന്ന് പറയുന്നത് എന്താണ്, ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ്. അതേപോലെ 2ഉം 1ഉം കൂടെ കൂട്ടിയിട്ട് താഴെ എഴുതിയിരിക്കുന്ന 3. ആകെയുള്ള 3ൽ 2 ഭാഗം ഇവിടെ ഉള്ള ആൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏരിയയുടെ ആകെയുള്ള 3ൽ 2 ഭാഗം ഇവിടെയാണ്. ആകെയുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ആണ്. ഹാഫ് അല്ലെങ്കിൽ a/2 ആണ്. അപ്പൊ എത്രയായിരിക്കും? 2a/6. ഇവിടെ 2a/6 ആണ്, അല്ലെങ്കിൽ 2/6. 2/6 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം, 1/3 എന്ന് എഴുതാലോ. നമ്മൾ ഇത് എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ 2/6 എന്ന് പറയുമ്പോൾ 2ൽ എത്ര പ്രാവശ്യം പോവും, ഡിവൈഡ് ചെയ്ത് പോവില്ലേ, ഒരു 2. അപ്പോൾ ഇത് 1/3a ആണെന്ന് പറയാം ഇവിടുത്തെ ഏരിയ. ഇനി എന്താണ്, ഇതെത്ര ഉണ്ടാവും, ഇയാൾക്ക് എത്ര ഇട്ടിട്ടുണ്ടാവും, 1/2 × a അല്ലേ. ടോട്ടൽ ഏരിയയുടെ ഹാഫ് ഇൻറ്റു എത്രയാണ്, 1/3 ആണ്. അപ്പം a/6 അല്ലേ. a/6, 1 × 1 a × 1 2 × 3 a/6 ആയിരിക്കും. അതായത് a/6 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതൊക്കെ ഞാനൊന്ന് മായ്ക്കാണ്. ആ ഒരു കൺസെപ്റ്റ് മറക്കരുത്. ടോട്ടൽ മാങ്ങയുടെ എത്ര ഭാഗമാണ്, അത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി മാങ്ങാന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് 1/3a എന്ന് കിട്ടി. 2/6 എന്ന് പറയുന്നത് 1/3a കിട്ടി. ഇവിടെ ആണെങ്കിലോ 1/6a ആണെന്നുള്ളത് ഏരിയ കിട്ടി. ഇനി ഇവിടെ 1/3a ആണ്. അതേപോലെ നമുക്ക് ഇപ്പുറത്തേക്കും ഇല്ലേ ഒരു പോർഷൻ, ഇങ്ങോട്ടേക്കും ഇതേ കൺസെപ്റ്റ് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഇവിടെയും 2:1 തന്നെയാണ് റേഷ്യോ. അപ്പൊ ഇവിടെയും 1/3a ആയിരിക്കും, ഈ ഭാഗം 1/6a ആയിരിക്കും. അപ്പൊ നമ്മൾ ഇനി ടോട്ടൽ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന് ഇത് വേണോ, ഈ വര വേണ്ട. അപ്പൊ ഇവിടെ ഉള്ള ടോട്ടൽ എത്രയായിരിക്കും, ഞാൻ ഇതിന് പേര് കൊടുക്കാണ്. നമ്മൾ നേരത്തെ പേര് കൊടുത്തതാണ്, സോറി, നേരത്തെ പേര് കൊടുത്തിരിക്കുന്നത് ABC ആണ്. ഇവിടെ ആയിരുന്നു നമ്മൾ D എന്നുള്ള പോയിന്റ് കൊടുത്തത്. ഇതിന് ഞാൻ E എന്നുള്ള പേര് കൊടുക്കുകയാണ്. അപ്പം ട്രയാങ്കിൾ AEB എത്രയായിരിക്കും, 1/3a. ടോട്ടൽ ഏരിയയുടെ മൊത്തത്തിലുള്ള ഏരിയയുടെ 1/3 ഭാഗമാണ്. ഇതെന്ന് പറയുന്നതോ ട്രയാങ്കിൾ AECയുടെ ഏരിയ എന്ന് പറയുന്നതോ അതും 1/3a ആണ്. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. ടോട്ടൽ നമ്മൾ അംശബന്ധം തന്നിരിക്കുന്നത് 2:1 ആണ്. ടോട്ടൽ ഏരിയ a ആയിരുന്നു, അതിന്റെ പകുതി എന്ന് പറയുന്നത് a/2 ആണ്. a/2നെയാണ് നമ്മൾ 2:1 എന്നുള്ള റേഷ്യോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ തന്നതൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, പോസ് ചെയ്യുക, എഴുതുക. കുറച്ച് ഫാസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ അല്ലേ ബാക്ക് ചെയ്തിട്ട് എഴുതിയെടുക്കാം. 1/3a ആണ്. ഇനി ഇവിടെ ഉള്ളതോ, ഇനി ഈ ഒരു ട്രയാങ്കിൾ കൂടി ഉണ്ട്, ട്രയാങ്കിൾ BEC. ട്രയാങ്കിൾ BECയുടെ ഏരിയ എന്താണ്, 1/6a + 1/6a അല്ലേ. 2 പ്രാവശ്യം ഇല്ലേ, ഇതും 1/6 ഇതും 1/6. അപ്പൊ എന്താണ്, 2a/6. 2a എന്ന് പറയുന്നത് 1/3 തന്നെ വരും. 1/3
എ വരും. അപ്പം മനസ്സിലായല്ലോ, ഓരോന്നും 1/3 ഓഫ് ദ ഹോൾ ഏരിയ. അതായത് ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു എ തേർഡ് ഓഫ് ദ ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ. അപ്പോൾ മൊത്തത്തിലുള്ള ഏരിയയുടെ ഹോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? എ ആണ്. അതിൻ്റെ 1/3 ആണ് ഓരോന്നിൻ്റെയും ഏരിയ. അപ്പോൾ ഇത് ടോട്ടൽ ഏരിയ 15 ആണെങ്കിൽ ഓരോ ഏരിയ എത്രയായിരിക്കും? 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? 15/3. ഓരോ ഏരിയയും 5 ആയിരിക്കും. 5 5 5 5 10 15 കിട്ടില്ല. നല്ല ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 4th ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? Prove that the length of the perpendicular from any point on the bisector of an angle to the sides are equal. അതായത് ഒരു കോണിന്റെ സമഭാജിയിലെ ഏത് ബിന്ദുവിൽ നിന്നും കോണിന്റെ വശങ്ങളിലേക്കുള്ള ലംബ ദൂരങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ സമഭാജി എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് കോണിനെ എന്തായിട്ട് സമമായിട്ട് തുല്യമായിട്ട് ഭാഗിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുകയാണ്. അതായത് ഇവിടെ മൊത്തം 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. അതാണ് സമഭാജി എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഏതെങ്കിലും ഒരു പോയിന്റ് നിന്ന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബദൂരം വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സൈഡ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് നിന്ന് നമ്മൾ, ഇതിപ്പോ എന്റെ ചിത്രം വരച്ചതിന്റെ മിസ്റ്റേക്കാണ്, കുറച്ച് വലുതും കുറച്ച് ചെറുതായിട്ടാണ്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ലംബ ദൂരങ്ങൾ ഈക്വൽ ആയിരിക്കുകയാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ പേര് കൊടുക്കാം. ഇതിപ്പോ ഞാൻ O എന്നുള്ളൊരു പോയിന്റ് ആയിട്ട് എടുക്കുന്നത്, സെന്റർ എന്നുള്ളത് കൊണ്ട് O എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ലംബ ദൂരങ്ങൾ. ലംബ ദൂരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. അത് 90 ഡിഗ്രി ആണ്. പിന്നെ ഇത് A, ഇത് B, ഇത് C, ഇങ്ങനെ പേര് കൊടുത്തിരിക്കുകയാണ്. പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മാറിപ്പോവാണ്ടിരുന്നാൽ മതി. അപ്പൊ ഇനി 2 ത്രികോണങ്ങൾ കിട്ടിയല്ലോ, OAC OBC. അങ്ങനെ 2 ത്രികോണങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഇതിൽ എന്താണ് തെളിയിക്കേണ്ടത്? ഈ ലംബദൂരങ്ങൾ ഏത് പോയിന്റിൽ നിന്ന് ലംബദൂരങ്ങൾ വരച്ചാലും അത് രണ്ടും തുല്യമാണെന്നാണ് വിചാരിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്തെടുക്കാം? കൺസിഡർ ട്രയാങ്കിൾ OBC ആൻഡ് ട്രയാങ്കിൾ OAC. 2 ത്രികോണങ്ങൾ എടുത്തല്ലോ. OBC എന്ന് പറയുന്ന ത്രികോണവും OAC എന്ന് പറയുന്ന ത്രികോണവും. പിന്നെ ഇതിൽ നമുക്ക് എന്താ അറിയാം? OC എന്ന് പറയുന്നത് രണ്ടും കോമൺ ആണല്ലോ. 2 ത്രികോണത്തിലും ഉള്ള ഒരു വശമാണ് OC എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടിലും OC ഈക്വൽ ടു OC ആണ്, OS ആണ്. ഇനി എന്താ? ഇതില് കോൺ OBC ഈക്വൽ ടു കോൺ OAC ഈക്വൽ ടു എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ് അല്ലേ? ലംബ ദൂരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് 90 ഡിഗ്രി ആണ്. പിന്നെ എന്താണ് നമുക്കറിയുന്നത്? ഇത് രണ്ടും ആംഗിൾ, അതായത് BOCയും COAയും എന്ത് ആംഗിളാണ്? രണ്ടും ഈക്വൽ ആംഗിൾസ് അല്ലേ? എന്തുകൊണ്ട്? ലംബ സമഭാജി അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ബൈസെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈസെക്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ COA അല്ലെങ്കിൽ ആംഗിൾ AOC. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, O ആയിരിക്കണം സെന്ററിൽ എന്നുള്ളതിൽ. അപ്പൊ 2 ആംഗിളും തുല്യമാണെന്ന് എഴുതി. പിന്നെ നമുക്ക് ഇത് 90 ഡിഗ്രി ആണ്, ഇതൊരു A ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. A ആണെങ്കിൽ ഇതും A ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഒരു ത്രികോണത്തില് മൊത്തം കോണുകളുടെ തുക, ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ 180-ല് ഇത് 90 ആണ്. 180 മൈനസ് 90 പ്ലസ് A ആയിരിക്കില്ലേ? ഇത് 90 ആണ്, ഇത് A ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയത് 180-ൽ നിന്ന് കുറച്ചാൽ എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെയും കേസ് വരുന്നത്. 180 മൈനസ് 90 പ്ലസ് A. 180 മൈനസ് 90 എന്ന് പറയുമ്പോൾ 180 മൈനസ് 90 മൈനസ് A. ഈ മൈനസ് 2 ബാധകമാണ്. അപ്പോഴെന്താണ്? 90 മൈനസ് A ആയിരിക്കില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 ആയിരിക്കും. 90-ൽ നിന്നും ഇനി എക്സാമ്പിൾ വേണോ? ഇവിടെ ഇപ്പം 90 ആണ്, ഇവിടെ 30 ആണെങ്കിൽ 90 30. അപ്പൊ ഇത് ഇവിടെ 90 ആയി. ഇവിടെ എന്താ വേണ്ടത്? 90-ൽ നിന്ന് 30 കുറച്ച് 60 കിട്ടും. അപ്പൊ ഇവിടെ 60 ആയിരിക്കും. അതാണ് എക്സാമ്പിൾ.
അപ്പൊ 90 മൈനസ് എ ആയിരിക്കും. അത് രണ്ട് ആംഗിളിനും തുല്യമായിരിക്കും. എന്തായിരിക്കും ഈ ആംഗിൾ, അതായത് ആംഗിൾ BCO ഈക്വൽ ടു ആംഗിൾ ACO ഈക്വൽ ടു 90 മൈനസ് എ ആണല്ലോ ഈ ആംഗിള്. ഈ രണ്ട് ആംഗിളും 90 മൈനസ് എ ആണ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു വശം കിട്ടി, പിന്നെ ഒരു ത്രികോണത്തില് 3 കോണുകൾ കിട്ടി. അതായത് ഒരു വശവും ആ വശത്തിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശവും ആ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെന്ന് കിട്ടി. അങ്ങനെയുള്ള ത്രികോണങ്ങൾ എന്താ നമ്മൾ പറയാ? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ച് ഈക്വൽ ട്രയാങ്കിൾസ് അതിന് 2-3 പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. എന്താണ്? ഒന്നെങ്കിൽ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ, 3 sides ഈക്വൽ ടു അനദർ ട്രയാങ്കിൾ വിത്ത് ഈക്വൽ സൈഡ്സ്, അങ്ങനെയാണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയും. അല്ലെങ്കിൽ 1 സൈഡും അതിന്റെ അറ്റത്തുള്ള 2 കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ another sides and angles at each end equal to another triangle with 1 side and angles at each end are called എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. രണ്ട് തുല്യ ത്രികോണങ്ങൾ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള കോണുകളും സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എ എന്ന് പറയുന്ന ഈക്വൽ, ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഇത്. അതേപോലെ ഈ കോണിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഇത്. സോ ദർഫോർ എന്താണ്? ഈ ട്രയാങ്കിൾ OBC ആൻഡ് ട്രയാങ്കിൾ OAC ആർ ഈക്വൽ ട്രയാങ്കിൾസ്. രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. അങ്ങനെ തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ദർഫോർ എന്താണ്? AC ഈക്വൽ ടു BC. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം അതാണ്. രണ്ട് വശങ്ങളും തുല്യമാണ്. എവിടെ ഏത് പോയിന്റിൽ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാലും അത് രണ്ടിന്റെയും നീളം തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ചെയ്തു. ഇത് ഏരിയ ആയിട്ടല്ല ബന്ധമുള്ളത്. എന്നാലും ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ അല്ലേ, 8ാം ക്ലാസ് പഠിച്ചതൊക്കെയാണ്. അതൊക്കെ ഓർമ്മിക്കണം. ഇനി നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? In the picture below, the side AC of the triangle ABC is extended to D by adding the length of the side CB. Then the line through C parallel to DB is drawn to meet AB at E. Prove that CE bisects angle C. എന്താ നമ്മൾക്ക് തന്നിരിക്കുന്നത്? ചിത്രത്തില് ACയുടെ സൈഡ്, ത്രികോണം ABCയില് ACയുടെ സൈഡ് എന്താണ്? നീട്ടി വരച്ചിട്ട് ഡിയിൽ മുട്ടിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അതിന്റെ ലെങ്ത് എവിടെ വരെയുള്ളത്? CBയുടെ ലെങ്ത് വരെയാണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ട്രയാങ്കിൾ ABC വരയ്ക്കാം. ഇതാണ് നമ്മുടെ ത്രികോണം ABC. അതില് സിയുടെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ വരെ? ഈ BCയുടെ അതേ എത്രയും ലെങ്ത്, ഇത് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത്തിലാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റ് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? D എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? DB വരച്ചിട്ടുണ്ട്. DB എന്ന് പറയുന്നത് വരച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ എന്താ ഉള്ളത്? AE എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു AE ഉണ്ട്. AEനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മീറ്റ് ചെയ്യുന്ന അവിടെയാണ് DB വരച്ചിരിക്കുന്നത്. ഇത്രയാണ് പിക്ചറിൽ തന്നിരിക്കുന്നത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? CE bisects angle C. CE എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ CE എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ C എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. മൊത്തം ആംഗിൾ ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ. ബൈസെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമായിട്ട് സമഭാജി. അതായത് ഇവിടെ A ആണെങ്കിൽ ഇവിടെയും A ആയിരിക്കണം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ഇത് എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമല്ലോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ത്രികോണം തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ആ ത്രികോണം ആദ്യം കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ BCD. BCDയിൽ എന്താ തന്നിരിക്കുന്നത്? എന്താ ഈ BCDയുടെ പ്രത്യേകത? ഈ BCയുടെ ലെങ്ത്തും CDയുടെ ലെങ്ത്തും ഈക്വൽ ആണ് അല്ലേ? ഇത് എത്രയുണ്ടോ അത്രയും ലെങ്ത് അല്ലേ നീട്ടി വരച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾസിന് എന്താ പറയാ? ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് കേട്ടിട്ടുണ്ടോ? രണ്ട് സൈഡ് തുല്യമായ
ത്രികോണങ്ങളെയാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയാം, ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് പറയാം. ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ ഈക്വലായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ കോണും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതൊരു എ ഡിഗ്രി ആണെങ്കിൽ ഇതും എ ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റത്തെ കൺസെപ്റ്റ് ഇത് കോൺ ഡി ഈക്വൽ ടു കോൺ ബി എന്ന് പറയാൻ പറ്റില്ല, നമുക്കിവിടെ CBD അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. CBD ഈക്വൽ ടു എ ഡിഗ്രി. എന്തുകൊണ്ട്? കാരണം നമ്മളിവിടെ എഴുതണം ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്നാണ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഈ സി എന്ന് പറയുന്നത് എന്താണ്? ഈ ഡി ബിക്ക് പാരലൽ ആയിട്ടാണ് CE വരച്ചിരിക്കുന്നത് അല്ലെ. ഡി ബിക്ക് സമാന്തരമായിട്ടാണ് ഈ CE വരച്ചിരിക്കുന്നത്. CE പാരലൽ ടു, അപ്പൊ നമ്മള് CE പാരലൽ ടു DB ആണ്. അപ്പൊ CE പാരലൽ ടു DB എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, CEയും DBയും ഇങ്ങനെ രണ്ട് വരകള്. അപ്പൊ അതിന് നമ്മള് AC എന്ന് പറയുന്ന ഒരു രേഖ, AC അല്ല AD എന്ന് പറയുന്ന ഒരു രേഖ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴുണ്ടാവുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇതൊക്കെ നമ്മൾ സമാന്തര രേഖകൾ എന്നുള്ള പാഠങ്ങൾ, എന്താ പാരലൽ ലൈൻസ് എന്നുള്ള പാഠം പഠിച്ചതായിരിക്കും. രണ്ട് പാരലൽ ലൈൻസിന് ഒരു രേഖ കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന കോണുകൾ എന്താണ്? ഇത് എതിർ കോണുകളാണോ? അല്ല, ഇത് സമാന്തര പൂരകോണുകൾ എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എ ഡിഗ്രി ആണ് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും എ ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എ ഡിഗ്രി കിട്ടി. എന്തുകൊണ്ട്? ഇത് രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഏത് ആംഗിളാണ് എ കിട്ടിയിരിക്കുന്നത്? ആംഗിൾ ACE എന്ന് പറയുന്നത് എ ഡിഗ്രി ആണെന്ന് കിട്ടി. ഇവിടെ എ ആയതുകൊണ്ട് ഇവിടെ എ ആണ്. പിന്നെയും നമുക്ക് രണ്ട് ലൈൻ ഉണ്ട്. ഇത് CE ആണ്, ഇത് DB ആണ്. അവിടെയും ഈ രണ്ട് സമാന്തര ലൈനിനെ ഇങ്ങനെയും കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴോ ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ഓപ്പോസിറ്റ് ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എ ആയതുകൊണ്ട് ഇതും എ ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യവും കിട്ടി. എന്താണ്? ബിക്കോസ് ഇത് രണ്ടിനും എന്താണ് കാരണം? പാരലൽ ലൈൻസ് കട്ട് ബൈ, ഇവിടെയാണെങ്കിൽ AD, ഇവിടെയാണെങ്കിൽ BC. അപ്പം ഇവിടെ BCE ആംഗിൾ BCE ഈക്വൽ ടു എ ഡിഗ്രി കിട്ടി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? രണ്ടും ഈക്വൽ ആയാൽ എന്താണ് ആൻസർ? CE ബൈസെക്സ് ആംഗിൾ C. ഈ ആംഗിളിനെ രണ്ടായിട്ട് രണ്ടും ബൈസെക്സ് എന്താണ്? സമഭാജിയായിട്ടാണ് ഭാഗിക്കുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. എങ്ങനെയാണ് ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക? നമ്മൾ ആദ്യം ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ, ആംഗിൾ ആണ് ബൈസെക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഏരിയനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക? ഈ സൈഡിന്റെ റേഷ്യോസിലാണ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 4:5 ആണെങ്കിൽ ആ ഒരു സൈഡിന്റെ റേഷ്യോയിലാണ് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് തന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ 8 cm ലോങ്ങില് ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വരയ്ക്കാന്ന് നോക്കാം. എന്താണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 8 cm ലോങ് ഉള്ളത് ബേസ് ആയിട്ട് വരയ്ക്കുക. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? 4:5 ആണ് റേഷ്യോ. അപ്പോൾ ഈ സൈഡ് 4, ഈ സൈഡ് 5 ആയിരിക്കും. അപ്പൊ നമ്മൾ കോമ്പസിൽ എടുക്കുക, 4 വരയ്ക്കുക, 5 വരയ്ക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ എവിടെ മീറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഈക്വൽ ആംഗിൾ ആയിരിക്കും. ആ ഈക്വൽ ആംഗിൾ ആയിരിക്കും. അപ്പം ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്യാൻ വി യൂസ് ഇറ്റ് ടു ഡിവൈഡ് an 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4? ഹൗ? നമുക്ക് ഇതിനെ 3:4 എന്നുള്ള റേഷ്യോയില് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും നമ്മൾ 8 cm ലോങ് ഉള്ളത് വരയ്ക്കുക. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ 3 cm എടുത്താൽ ഇവിടെയും വരും, 4 cm എടുത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയും വരും. രണ്ടും മീറ്റ് ചെയ്യില്ല. അപ്പൊ മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ്? നമുക്ക് ട്രയാങ്കിൾ കിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കാം? 3:4 എന്ന് പറയുന്നത് എന്താണ്? ഏതോ ഒരു അംശബന്ധത്തിന്റെ മിനിമം രൂപമാണ്. അപ്പം ഇതിന്റെ റേഷ്യോന്റെ മിനിമം രൂപമാണ് 3:4. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് റേഷ്യോ എടുക്കാം.
അത് ഇതിനേക്കാളും നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ വരണം. അപ്പോൾ അടുത്തത് 3യുടെ അടുത്ത ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 2 6. അതേ ഇതിൻ്റെ 2 കൊണ്ട് തന്നെ ഇവിടെയും ഗുണിക്കുക. 4 × 2 8. അപ്പോൾ 6:8 എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്താണ്? മിനിമം റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3:4 തന്നെയാണ് അല്ലേ? ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 3:4 തരും. അപ്പം നമുക്ക് അടുത്തത് 6 എടുത്തിട്ട് വരയ്ക്കാം. 8 എടുത്തിട്ട് വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ കിട്ടും. ഇതാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? ട്രയാങ്കിൾ. അപ്പം ആ ക്വസ്റ്റ്യനിലെ 5th ക്വസ്റ്റ്യനിലെ 1 2 3 പ്രോബ്ലം നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രോബ്ലം ചെയ്തത്. ഇനി 6th ക്വസ്റ്റ്യൻ. In the figure, the diagonals of a quadrilateral split it into 4 triangles. The areas of three of them are shown in the picture. Calculate the area of the whole quadrilateral. ഇപ്പോൾ 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിനെ 4 ത്രികോണങ്ങൾ 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ എന്താണ്? ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 ട്രയാങ്കിൾസ് ഉണ്ട്. 4 ട്രയാങ്കിൾസിൽ ഇത് തന്നിരിക്കുന്നത് 60 ആണ്. പിന്നെ തന്നിരിക്കുന്നത് 30 ആണ്. പിന്നെ തന്നിരിക്കുന്നത് 40 ആണ്. ഇതിൻ്റെ അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അറിഞ്ഞാലേ നമുക്ക് കംപ്ലീറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യാം? ആദ്യം നമ്മൾ പേര് കൊടുത്തു. ABCD പിന്നെ O എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് എന്താ അറിയുന്നത്? ഒരു 3rd വേർട്ടക്സിൽ നിന്ന് ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾ കിട്ടി. 2 ട്രയാങ്കിളിൻ്റെ എന്തെങ്കിലും ഒരു അംശബന്ധം ഉണ്ടായിരിക്കും. ആ ഒരു അംശബന്ധം തന്നെയായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള അംശബന്ധവും. അത് തന്നെയായിരിക്കും എന്ത്? അതിൻ്റെ ബേസ് തമ്മിലുള്ള അംശബന്ധം. അപ്പം റേഷ്യോ. അപ്പം നമ്മളിവിടെ തന്നിരിക്കുന്ന അംശബന്ധം നോക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ADC, ഈ ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് ഈ പോർഷൻ, അതിൻ്റെ റേഷ്യോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ട്രയാങ്കിൾ ADC ആണ്. അതിനെ 2 ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 60 ആണ്, ഒന്ന് 30 ആണ്. ഓക്കെ ആണല്ലോ? ഇത് O ആണ്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ADO ആൻഡ് എന്താണ്? ട്രയാങ്കിൾ CDO. ഇത് രണ്ടും തമ്മിലുള്ള അംശബന്ധം എന്താണ്? 60. റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ADO ആൻഡ് CDO. 2 ത്രികോണത്തിൻ്റെയും പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 60 × 30 ആണ്. 60:30 ആണ്. അപ്പം നമുക്ക് അംശബന്ധം ആദ്യം തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിനെ ചെറിയ രൂപത്തിലേക്ക് മാറ്റണം. അതെന്തായിരിക്കും? ചെറിയ രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ 2 സൈഡിലുള്ള 60 30 കട്ട് ചെയ്ത് പോവും. പിന്നെ എന്താണ്? ഇത് 3ന് 1 3 3 2 3 6. അപ്പം നമുക്ക് 2:1 എന്നുള്ളതാണ് ഇതിൻ്റെ റേഷ്യോ. ഓക്കെ അല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? 60 30 എന്ന് പറയുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇതിൻ്റെ പാദം അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെയല്ലേ ഈ ത്രികോണവും തന്നിരിക്കുന്നത്? ഈ ത്രികോണത്തിലുള്ള റേഷ്യോ എന്താണ്? ഇതിനെ നമ്മളിവിടെ X എന്ന് കൊടുക്കുകയാണെങ്കിൽ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ BOC, അതിന് രണ്ടിൻ്റെയും ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് X:40 ആണ് അല്ലേ? ഇവിടെ 60:30 എടുത്തതുപോലെ ഇവിടെ X:40 ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിനിമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ കാരണം ഇവിടെ നമുക്കുള്ളത് അറിയില്ല. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? ഈക്വൽ ആണ്. അപ്പം നമ്മളെങ്ങനെയാണ് ഈ അംശബന്ധം ഈക്വൽ എങ്ങനെയാണ്? ഈ 2 ത്രികോണത്തിന് ഇവിടെ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങനെ രണ്ടും കൂടെ ഈക്വൽ ആക്കാം. 2:1 X:40 എന്നാണ് പറയുന്നത്. അങ്ങനെ 2 റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ, അംശബന്ധം ഈക്വൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ അറിയാത്ത വാല്യൂവിനെ കണ്ടുപിടിക്കുക? എങ്ങനെയാ?
അറ്റത്തുള്ള രണ്ടും കൂടെ ഗുണിക്കുക. അത് ഏതിനായിരിക്കും? സെൻറ്ററിലുള്ള രണ്ടിനും ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 2 × 40 = x × 1 ആയിരിക്കും. അപ്പം 80 = x അല്ലേ? അപ്പം x എന്ന് പറയുന്നത് 80 കിട്ടി. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 80 കിട്ടി. 80 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? 80 + 60 + 30 + 40 0 വരും. പിന്നെന്താണ്? 14 17 21 210 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ. എങ്ങനെയാ വന്നത് മനസ്സിലായല്ലോ? അംശബന്ധം ഈക്വൽ ആയിട്ടാണ്, റേഷ്യോ ഈക്വൽ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി 7th ക്വസ്റ്റ്യൻ. എന്താണ് 7th ക്വസ്റ്റ്യൻ? In this picture, the horizontal lines at the top and bottom are parallel. Prove that the yellow and red triangles are of the same area. എന്താ തന്നിരിക്കുന്നത്? 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെങ്കിൽ പിക്ചർ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കും ക്ലിയർ ആവില്ല. അപ്പം ഞാൻ പിക്ചർ ഒന്ന് വരയ്ക്കാൻ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് 2 പാരലൽ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ടോപ്പും ബോട്ടവും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിളും പിന്നെ എന്താണ്? ഇങ്ങനെ ഒരു ട്രയാങ്കിളും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന. ഇതാണ് യെല്ലോ ഷെയ്ഡ് ചെയ്ത ഭാഗം, ഇതാണ് മറ്റേ പിങ്ക് ഷെയ്ഡ് ചെയ്തത് പോർഷനും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് അറിയുന്നത് ആദ്യം ഏതാണ്? നമ്മുടെ ABCD പേര് കൊടുത്തു. ഞാൻ ഇവിടെ E എന്നുള്ള പേരും കൊടുത്തു. അപ്പോൾ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADCയും നോക്കട്ടെ. നിങ്ങൾ നോക്കിയേ, സോറി, ABCയും ട്രയാങ്കിൾ ABDയും 2 പാരലൽ ലൈൻസ്. അതിൽ ബേസ് രണ്ടിൻ്റെയും ഈക്വൽ ആണ്, AB ആണ്. ഒന്നാമത്തത് C എന്ന് പറയുന്നത് അതേ ടോപ്പ് വെർട്ടെക്സിൽ തന്നെയാണ്, പാദത്തിന് പാരലൽ ആയിട്ടാണ് D എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. അപ്പൊ എന്താണ്? ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ ABD. 2 ത്രികോണത്തിന്റെയും ഏരിയാസ് ഈക്വൽ ആണ്. ഇനി നമ്മൾ നോക്കാം. ഇനി ഈ ത്രികോണം എടുക്കാം. ഈ ത്രികോണം എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിയിട്ടുള്ളതാണ്? ABE + AED അല്ലേ? ഈ മൊത്തം ത്രികോണം എന്ന് പറയുന്നത്. ഇനി കൺസിഡർ ട്രയാങ്കിൾ ഏതാണ്? ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ABD = എന്താണ്? ട്രയാങ്കിൾ ABE + ഇത് അല്ലേ AED ആണല്ലോ. ട്രയാങ്കിൾ AED. ഓക്കെ, ABE എന്ന് പറയുന്നത് ഇതും അതിൻ്റെ കൂടെ AED എന്ന് പറയുന്നത് ഇതും. ഇനി അടുത്ത ത്രികോണം എടുക്കുകയാണെങ്കിലോ, ട്രയാങ്കിൾ ABC എടുക്കുകയാണെങ്കിലോ, ABC എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ABE പ്ലസ് ഏത് ത്രികോണമാണ്? ഈ ത്രികോണം പ്ലസ് ഈ പോർഷനിലുള്ള ത്രികോണമാണ്. ഏതാണ്? BEC. ട്രയാങ്കിൾ BEC അല്ലേ? ഈ ഒരു ഏരിയ പ്ലസ് ഈ ഒരു. ഇനി നമ്മൾ നോക്കിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ABCയുടെയും ABDയുടെയും പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് തുല്യമാണ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആണ്. അതേപോലെ എന്താണ്? ABE എന്ന് പറയുന്നത് രണ്ടിനും തുല്യ ഒരേ ത്രികോണം തന്നെയല്ലേ? അപ്പൊ അവിടെയും മാറ്റമില്ല. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കില്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതും 50 ആണ്, ഇതും 50 ആണ്. അപ്പൊ മേലെയും 50 ആണ്, താഴെയും 50 ആണ്. 2 ത്രികോണങ്ങളും 50 ആണ്. പിന്നെ ഇതിൻ്റെത് 40 ആണ് എങ്കിൽ താഴെ ഉള്ളതും 40 ആണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും? രണ്ടും 10 10 ആയാലല്ലേ നമ്മുടെ ഇക്വേഷൻ ശരിയാവുള്ളൂ.
അപ്പം ഇതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം എന്തൊരു ട്രയാങ്കിൾ AED ഈക്വൽ ടു therefore triangle AED equal to triangle BEC. From the two equations 1 and 2 equations we can prove triangle AED equal to triangle BEC. Clear ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്, ഒന്ന് മനസ്സിലാക്കിയാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. Next, 8th question. In the figure, the diagonals of a trapezium split it into 4 triangles. The area of the yellow triangle is 10 square centimeters and the area of the green triangle is 20 square centimeter. What is the area of all trapezium? എന്താ തന്നിരിക്കുന്നത്? ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. അതില് ഏരിയാസ് തന്നിരിക്കുന്ന 2 സൈഡിന്റെ ഏരിയാസേ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 6th ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ട്രപ്പീസിയാണ്. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബകമാണ്. അപ്പം അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ABയും CDയും പാരലാണ്. AB പാരലൽ ടു CD ആണ്. അപ്പൊ എന്തായി? ഇനി നമ്മൾ നോക്കാം. ഈ ഒരു ത്രികോണം എടുത്തേ. ത്രികോണം ABC. ത്രികോണം ABCയും ത്രികോണം ADB എടുത്തേ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ത്രികോണം ADB 2 ട്രയാങ്കിൾ എടുത്ത് നോക്കിയേ. ഇതിന്റെ രണ്ടിന്റെ ബേസ് എന്താണ്? AB ആണ്. തേർഡ് വേർട്ടസ്, മൂന്നാമത്തെ മൂല എവിടെയാണുള്ളത്? ബേസിന് പാരലൽ ആയിട്ടാണ് ഉള്ളത് അല്ലെ? ABC എന്ന് പറയുന്ന വേർട്ടസും ABD എന്ന് പറയുന്നതിന്റെ ബേസ് തുല്യമാണ്. മൂന്നാമത്തെ മൂല ബേസിന് പാരലൽ ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? രണ്ടിന്റെയും ഏരിയ തുല്യമായിരിക്കും. അപ്പം ABC എത്രയാണ്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലേ? 20 അല്ല, ABD എത്രയാണ്? ടോട്ടല് 20 പ്ലസ് 30 ആണ്. ഇപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എത്രയാണ്? 10 പ്ലസ് 20 അല്ലേ? 10 പ്ലസ് 20 ആണ്. അപ്പൊ ഇക്വൽ ടു 30 ആണ്. ഇത് മൊത്തം 30 ആണ്. അപ്പൊ ഇത് മൊത്തം എത്രയാണ് വേണ്ടത്? 30 തന്നെയാണ് വേണ്ടത് അല്ലേ? അപ്പൊ therefore എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഓഫ് ABCയുടെ ഏരിയ എന്ന് പറയുന്നതും 30 തന്നെ വരണം. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് O എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. എങ്ങനെയാ വരിക? അപ്പം ട്രയാങ്കിൾ AOB ഈക്വൽ ടു 20 ആണ്. therefore triangle BOC equal to 30 minus 20 equal to 10 വരും. ഓക്കെ ആണല്ലോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ട്രപ്പീസി ആയതുകൊണ്ട് രണ്ടും പാരലൽ ആണ്. ലംബകമായതുകൊണ്ട് സമാന്തര രേഖകളാണ്. അപ്പൊ എന്താണ്? രണ്ടിന്റെയും ഏരിയ തുല്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് 30 കിട്ടിയാൽ ഈ ഒരു ഏരിയയും 30 തന്നെ വരണം. അപ്പൊ അതൊക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്താണ്? റേഷ്യോ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി ചെയ്യാം. ഇവിടെ ഇതിപ്പം 10 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ റേഷ്യോ ഇസ് ഈക്വൽ ടു ഇതിന്റെ അംശബന്ധമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെയുള്ള അംശബന്ധം ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള അംശബന്ധമായിരിക്കും. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിനെ നമ്മൾ x എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? 10:x ഈക്വൽ ടു 20:10 ആണ്. ആദ്യം നമ്മൾ ഇതിന്റെ അംശബന്ധത്തിന്റെ മിനിമം രൂപം എടുക്കുക. അപ്പൊ ഇവിടെയുള്ള ട്രയാങ്കിൾ ABC ഈസ് ടു ട്രയാങ്കിൾ ABC അല്ല, ട്രയാങ്കിൾ AOC ഈസ് ടു ഏതാണ്? ട്രയാങ്കിൾ BOC ഈക്വൽ ടു എന്താണ്? 20:10 ആണ്. 20:10 എന്ന് പറയുന്നത് 2:1 ആണ് അതിന്റെ മിനിമം റേഷ്യോ. ഇനി 10:x നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ 10:x ഈക്വൽ ടു 2:1 ആണ്. അപ്പൊ എന്താ ചെയ്യാ? അറ്റത്തുള്ള 2 10 is equal to 2x വരും. 10 into 1 10 ആണ്. 2 into x 2x വരും. therefore x is equal to 10/2 5 centimeter square വരും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ
9th ഇതാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. The picture below shows a trapezium divided into 4 parts by the diagonals. The area of the blue triangle is 4 square centimeters and the area of the green triangle is 9 square centimeter. What is the total area of the trapezium? ലംബകം തന്നിട്ടുണ്ട്. ലംബകത്തിന്റെ പ്രത്യേകത അറിയാലോ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്. പിന്നെന്താ തന്നിരിക്കുന്നത്? ഇതാണ് ട്രപ്പീസിയം എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 9 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്നത് 4 ആണ്. ഇത് 9, ഇത് 4. നമ്മൾ പേര് കൊടുക്കുക ABCD. ഇനി ഇതിലെന്താ പ്രത്യേകത? ഇതിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയും ഈക്വൽ ആണ്. അപ്പം നമ്മളിവിടെ എക്സും വൈ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ത്രികോണം കൺസിഡർ ചെയ്യാം. ഇതാണ് O. ഇതിൻ്റെ ബേസും ഈക്വൽ ആണ്. പാരലൽ തേർഡ് വേർട്ടസ് പാരലൽ ആണ്. അപ്പം നമ്മൾ ആദ്യം ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ ABD. അതിൽ ABC എന്ന് പറയുന്നത് എന്താണ്? ABC എന്ന് പറയുന്നത് ട്രയാങ്കിൾ AOB പ്ലസ് ട്രയാങ്കിൾ BOC ആണ്. അതേപോലെ ഈക്വൽ ടു ഏതാണ്? ട്രയാങ്കിൾ ADC. ADC എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിൾ AOB പ്ലസ് ഏതാണ്? ട്രയാങ്കിൾ AOD. അപ്പൊ ഇതിൽ നോക്കിയേ, ABCയുടെയും ABDയുടെയും ഏരിയ തുല്യമാണെന്ന് നമുക്കറിയാം. AOB രണ്ടിലും കോമൺ ആണ്. അപ്പൊ ഇത് 9 ആണ്. അപ്പൊ BOCയും AOD എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് പറയാം, ഇത് വെച്ചിട്ട് 2 ഇക്വേഷൻസ് ആണിത്. 2 ഇക്വേഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും, ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? BOC ട്രയാങ്കിൾ BOC ഈക്വൽ ടു ട്രയാങ്കിൾ AOD ആണെന്ന് പറയാലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അംശബന്ധം എന്താണ്? ഇവിടെ 4:x ഇവിടെ 9:x എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ചെയ്യാം. 4:x അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. x:2 ത്രികോണങ്ങൾ എടുക്കുമ്പോൾ x:4 ഈക്വൽ ടു എന്താണ്? 9:x ആണ്. x:4 is equal to 9:x. ഇനി ഇതില് എന്താണ്? അറ്റത്തുള്ള രണ്ടെണ്ണവും സെന്ററിലുള്ള രണ്ടെണ്ണവും. x into x എന്ന് പറയുന്നത് x². സെന്ററിലുള്ള രണ്ടും കൂടെ 9 into 4 36. അപ്പോൾ x എന്ന് പറയുന്നത് എന്താണ്? √36 ആണ്. ഏത് നമ്പറിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 ഇട്ട x is equal to 6 cm. അപ്പോൾ ഇവിടെ 6 cm² ആയിരിക്കും, ഇവിടെയും 6 cm² ആയിരിക്കും. ഓക്കെ ആണല്ലോ? 6 cm² എന്ന് എഴുതാൻ മറക്കരുത്. ചതുരശ്ര സെന്റിമീറ്റർ ആണ്, ഏരിയ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ്സും ഈ ചാപ്റ്ററും കഴിഞ്ഞു. എല്ലാ തിയറംസും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഏരിയ? എങ്ങനെയൊക്കെയാണ് ഏരിയകൾ ഈക്വൽ ആയിരിക്കുക എന്നുള്ളത് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള പോയിന്റൊക്കെ നോട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. എനിവേ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. താങ്ക് യു.